ഫുള്ള് ലോണും ചെയ്യാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ കേട്ടോ. അപ്പൊ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു 4x4 ഫോർച്യൂണർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് 27-28 മൈലേജ് കിട്ടുന്ന ടൊയോട്ട ഹൈറൈഡർ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ വണ്ടി ഇറക്കാം അല്ലെ. സോണറ്റ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ ഏകദേശം 20 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. 6 ലക്ഷം രൂപ കിട്ടുക. ക്രെറ്റയാണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ ഗംഭീര ഒരു കളക്ഷനൊക്കെ ആയിട്ടാണ് സൂപ്പർ കാർസിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് എത്തിയോസുകൾ വരുന്നുണ്ട്, അതേപോലെ പുതിയ വാഗ്നർ, ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ, അതേപോലെ GT ലൈനിൽ ഒരു സോണറ്റ്, ചെറിയൊരു പ്രൈസിന് ഒരു അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു എക്സ്ട്രാ വരുന്നുണ്ട്, ഹൈറൈഡർ വരുന്നുണ്ട്, ബ്ലാക്ക് ക്രെറ്റ, ബ്ലാക്ക് സോണറ്റ്, അത്യാവശ്യം നല്ല 7 സീറ്റർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടാണ്. ഫസ്റ്റ് തന്നെ ഏകദേശം 27-28 മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലൻ സ്ട്രോങ് ഹൈബ്രിഡിൽ നിന്നുള്ള ഒരു ടൊയോട്ട ഹൈറൈഡർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ല ഓഫർ റേറ്റുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇഷാക്ക നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കാർസിന്റെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റോഡിൽ 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നില്ല. ആ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ വരുന്ന സ്ട്രോങ് ഹൈബ്രിഡ്, ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞ മൈലേജ് തന്നെയാണ്. അത് നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന കിഡ്ലൻ ടൊയോട്ട ഹൈറൈഡർ, കേരള രജിസ്ട്രേഷൻ ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന 27-28 മൈലേജ് കിട്ടുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 വണ്ടി, വി ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡ്. അത് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലെ? ഓട്ടോമാറ്റിക് ആണ്. മൈലേജും സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന വണ്ടി. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? 50,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് അല്ല വണ്ടി? മേജർ ആക്സിഡന്റ് ക്ലൈമുകളൊന്നും ഇല്ലല്ലോ? കമ്പനി വാറന്റി ഒക്കെ ബാക്കിയുള്ള വണ്ടിയാണ് അല്ലെ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 20.5 ലക്ഷം രൂപ കൊടുക്കാം. 20 ലക്ഷം എന്ന് പറയുമ്പോൾ കുറച്ചും കൊടുക്കാം അല്ലെ? അപ്പൊ ഇതിന്റെ ഫ്രഷിന്റെ പ്രൈസ് കേട്ടാലാണ് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവുക അല്ലെ? അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 20.5 ലക്ഷം ആസ്കിംഗ് ആണ്, കുറച്ചു കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. IT ഒക്കെ എടുക്കുന്ന കസ്റ്റമർ ആണ്, നമുക്ക് ഏകദേശം ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ വണ്ടി ഇറക്കാം അല്ലെ? അടുത്തൊരു ചെറു വാഹനമാണ് മൈക്രോ SUV, അതായത് ഹുണ്ടായുടെ എക്സ്ട്രാ ആണ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന, അതും ഓട്ടോമാറ്റിക്കലി സാധാരണക്കാരന് ഒരു അഫോർഡബിൾ ആയ പ്രൈസിൽ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വാഹനം അല്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 വണ്ടി, SX ഓപ്ഷണൽ കണക്ട് പറഞ്ഞ ഏറ്റവും ടോപ്പിന്റെ അത് ഓട്ടോമാറ്റിക് അല്ല? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 10,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി വാറന്റി നിലവിലുണ്ടോ? കമ്പനി വാറന്റി നിലവിലുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മള് വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ നമുക്ക് വില കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ച് കൊടുക്കാം. 11 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. 3 വണ്ടി 30,000 രൂപ, ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക്. ലോണ് നമുക്ക് ഏകദേശം ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. അടുത്തൊരു സബോമീറ്റർ SUV ആണ്, കിയ സോണറ്റ് GT ലൈനില്. അത് നമുക്ക് പിന്നെ ഡീസൽ അല്ല വണ്ടിയായിരുന്നു? ഡീസൽ മാനുവല് ആണ് ഓപ്ഷന്. ഫിറ്റിംഗ്സ് ഒക്കെ GT ലൈനിന്റെ ഫുള്ള് ചെയ്താണ്. അപ്പൊ സീറ്റ് വെന്റിലേഷന്റെ ഒരു കുറവുണ്ടാവും, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു വാഹനം അല്ല? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 27,000 കിലോമീറ്ററോടെ 2021 വണ്ടി, ന്യൂ എംബ്ലം വരുന്ന വണ്ടി. എത്രയായിരുന്നു നമ്മൾ ചോദ്യത്തിന്? 10,25,000. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 9 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ ഏകദേശം 20 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? അടുത്തൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്, ഡോൾട്ടൂൺ ആണ് വരുന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മോഡല്, പെട്രോൾ ആണ് വണ്ടി അല്ലേ? XS പ്ലസ് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1 lakh കിലോമീറ്റർ ആണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമ്മളത് 6 ലക്ഷം രൂപ കൊടുക്കും. 6 ലക്ഷം രൂപ കിട്ടുക. ക്രെറ്റയാണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? നമുക്കിതൊരു 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? അടുത്തതാണ് നമുക്ക് ഒരു കിഡ്ലൻ ന്യൂ മോഡൽ വാഗ്നർ ആണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഓഫർ പ്രൈസിന് കൊടുക്കാം. 2023 വണ്ടി, ZXi പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് 53,000 കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, മാനുവൽ ആണ് അല്ലെ? എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? എങ്ങനെയായിരുന്നു? നമുക്കിത് ഫൈനൽ റേറ്റ് ആയിട്ട് 5,60,000 രൂപ കൊടുക്കുക. 2023 ZXi പ്ലസ് ആണ്. അത് നമുക്ക് ഓഫർ 50,000 കിലോമീറ്റർ, 5,60,000 രൂപ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാം. അടുത്ത 2 എത്തിയോസുകളാണ് അല്ലെ? ഒന്ന് നമുക്ക് പിന്നെ എത്തിയോസ് സെഡാൻ ആണ്, ഒന്ന് ലിവ ആണ്. എങ്ങനെയായിരുന്നു വൈറ്റ് മോഡല്? 2016 മോഡല്, നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ.
അത്യാവശ്യം ഫിറ്റിങ്സ് LCD കാര്യങ്ങൾ അലവിയിലൊക്കെ ചെയ്ത വണ്ടി. മൂന്നാമത്തെ ഓണർ വണ്ടി. 16 മോഡൽ, നല്ല ക്വാളിറ്റി വണ്ടി. നമുക്ക് 4.5 ലക്ഷം റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 4.5 ലക്ഷം രൂപ അല്ലേ? ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 3.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ 3 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. അതൊരു ലിവ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. അത് നമുക്ക് തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതിനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 1,61,000, ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലെ? പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഈ വണ്ടി 4,85,000 റുപ്യ കൊടുക്കും. 4.85 അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 4.5 ലക്ഷം റുപ്യ നമുക്ക് ലോൺ ചെയ്യാം. ഇത് നമുക്ക് അടുത്തൊരു കിട്ടുന്ന ഫോർച്യൂണർ ആണ് വരുന്നത്. GR കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് എങ്ങനെ ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ വരുന്നത്? ഇത് 4x4 മാനുവലാണ്. 4x4 14 മോഡൽ 4x5 മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. എത്ര ഇരുപതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് NOC 10 ലക്ഷം റുപ്യ കൊടുക്കും. 10 ലക്ഷം റുപ്യ കേട്ടോ. അപ്പൊ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു 4x4 ഫോർച്യൂണർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വാങ്ങാം അല്ലേ? അടുത്തത് നമ്മളൊരു ജീപ്പ് കോമ്പസ്, അതും ഫുൾ ബ്ലാക്കിൽ ഏതായിരുന്നു? ലിമിറ്റഡ് ആയിരുന്നോ? 2018 ലിമിറ്റഡ് അല്ല? അതിനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ്. ഹിസ്റ്ററി എല്ലാം പക്കയാണ് വണ്ടി. എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 8 ലക്ഷം റുപ്യ കൊടുക്കാം. 8 ലക്ഷം രൂപക്ക് 8 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാം. അതെ, ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് തവണ ഫുൾ ബ്ലാക്കിൽ ലിമിറ്റഡ് ഓപ്ഷൻ ആണ്. 8 ലക്ഷം രൂപ ഫുൾ ലോൺ കേട്ടോ. അതൊരു കിയയുടെ കാരൻസ് ആണ്, 7 സീറ്റർ ആണ്. ഡീസൽ വണ്ടി അല്ലായിരുന്നു? എങ്ങനെയായിരുന്നു മോഡല്? 2023-24 റേസർ പ്രസ്റ്റീജ് പ്ലസ്, ഡീസൽ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 12.5 ലക്ഷം റുപ്യ കൊടുക്കാം. ഡീസൽ 23-24 റേസർ പ്രസ്റ്റീജ് പ്ലസ് ഡീസൽ 7 സീറ്റർ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 12 ലക്ഷം റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു കിട ഇന്നോവയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡല് നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 8.25 ലക്ഷം റുപ്യ കൊടുക്കും. 8.25 ലക്ഷം ലോൺ. 16 മോഡൽ വണ്ടി 7.5 ലക്ഷം റുപ്യ വരെ ലോൺ ചെയ്യാം. അടുത്തൊരു കുഞ്ഞു വാഹനമാണ് നമ്മളൊരു റെനോ കിഡ് 22-23 റേസർ. അതിന്റെ ക്ലിംബർ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് 30,000 കിലോമീറ്റർ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? ഫൈനൽ റേറ്റ് ആയിട്ട് 4,75,000 റുപ്യ കൊടുക്കാം. 4.75 4.5 ലക്ഷം റുപ്യ നമുക്ക് ലോൺ ചെയ്തു. 25 രൂപ വണ്ടി ഇറക്കാം അല്ലെ? അടുത്തൊരു ക്രിസ്റ്റ വൈറ്റ് ഫിനിഷിംഗ് 2 ക്രിസ്റ്റകൾ വരുന്നുണ്ട്. ഇത് 2017 G4 മാനുവൽ. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 12.5 ലക്ഷം റുപ്യ കൊടുക്കാം. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. 12.5 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഫിറ്റിംഗ്സും ചെയ്ത വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ ടൈപ്പ് 2 കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നമ്പർ ആക്കിയിട്ട് 12 ലക്ഷം രൂപ. ഇനി അടുത്തതാണ് വീണ്ടും നമുക്ക് ക്രിസ്റ്റ്യൻ ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2016 മോഡൽ V ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 70,000 കിലോമീറ്റർ ഒറിജിനൽ കേരള ക്രിസ്റ്റ. എത്ര രൂപ കൊടുക്കാം? 16.5 ലക്ഷം റുപ്യ കൊടുക്കാം. 16 ലക്ഷം. ലോണൊക്കെ ഏകദേശം നമുക്ക് ഒരു 15-14 ലക്ഷം റുപ്യ നമുക്ക് ലോൺ ചെയ്തു. ഇനി ഏകദേശം നമുക്ക് ആ ഒരു ക്രിസ്റ്റ്യനോട് തന്നെ കിടപിടിച്ച് മൈലേജ് നോക്കണ 17 കിലോമീറ്റർ വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു കിഡിലും മരാസോ 7 സീറ്റർ ആണ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം അല്ലെ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 M8 1 ലക്ഷം കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര രൂപ ചെയ്യാം? നമുക്കൊരു 7,65,000 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 7,65,000 റുപ്യക്ക് 7 ലക്ഷം റുപ്യ നമുക്ക് ലോൺ ചെയ്തു. 65 രൂപ വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു വാഗണർ തന്നെയാണ്. ഈ വാഗണർ നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2022 വണ്ടി, 79,000 കിലോമീറ്ററോടെ വണ്ടി, VXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, മാനുവൽ ആണ്. എത്ര രൂപ ചെയ്യാം? ഇത് നമുക്ക് 4,65,000 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 4.65 ഫൈനൽ റേറ്റ്. ഫുള്ള് ലോണും ചെയ്യാം. 2022 വണ്ടി. അടുത്തൊരു നിസാന്റെ മൈക്ര ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2014 വണ്ടിയാണ്. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്രയും കാലമായിട്ട് ലോ കിലോമീറ്റർ വണ്ടി. പക്കാ ലോ കിലോമീറ്റർ വണ്ടി. വേറെ 22,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്ന? 2,75,000 റുപ്യ കൊടുക്കാം. 2.75 മാക്സിമം പൊട്ടിച്ചുള്ള പ്രൈസ് ആണ്. ചെറിയ കിലോമീറ്റർ ആണ്. അടുത്ത വീണ്ടും നമുക്കൊരു സോണറ്റ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് 2021 വണ്ടി, 35,000 കിലോമീറ്ററോടെ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ശരിക്കും ചിട്ടി ലൈനില് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങള്
സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ നല്ല കിടുവാണ് അല്ലെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 35,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാം? നമുക്കിതൊരു 11,90,000 ഫൈനൽ കൊടുക്കണം. മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. അടുത്തൊരു തേർഡ് ജനറേഷൻ ക്രെറ്റ, അതും ഫുൾ ബ്ലാക്കില് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് 2022 വണ്ടി SX ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ. 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. നിലവില് 2026 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. 2026 വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് നോക്കാൻ വണ്ടി. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 17 ലക്ഷം രൂപയ്ക്ക് നെറ്റ് ഫൈനൽ കൊടുക്കാം. 17 ലക്ഷം രൂപ നെറ്റ് പ്രൈസ് അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപ ലക്ഷം രൂപ നമുക്ക് ബാക്കി ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് സൂപ്പർ കാസിലായിരുന്നു. രണ്ടാമത്തെ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില വാഹനങ്ങൾ നമ്മൾ ഇന്റീരിയറൊക്കെ നമുക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൾ ചെയ്താൽ വാട്സാപ്പിൽ നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ മാക്സിമം കുറച്ചുള്ള പ്രൈസുകളാണ്. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾ ഇഷ്ടപ്പെട്ട മാക്സിമം ട്രാക്ക് കാര്യങ്ങൾ ഫുൾ ഓണൊക്കെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് സൈനിങ്.